എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി രണ്ടാമത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാമി പോറ്റി പറയും, മനസ്സുരുകി സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചോളൂ, അതിനുശേഷം പ്രദക്ഷിണം നടത്തിക്കോളൂ എന്ന് പറയണേ. ഗോമതിയുടെ മുഖത്തും ശരീരത്തും നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ആലോക് മറിഞ്ഞു നിന്ന് ഇതൊക്കെ കാണുക. അപ്പച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്. ആണയൊന്ന് കൊള്ളുമ്പം തന്നെ അപ്പച്ചി വേദന സഹിക്ക വയ്യാതെ ആ ഹോമകുണ്ടത്തിലേക്ക് വീണോളും. എനിക്ക് വേണ്ടതും അതാ. എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാ എന്നൊക്കെയുള്ള സന്തോഷത്തോടു കൂടി നമ്മുടെ ആലോക് എല്ലാം ഒളിച്ചു നിന്ന് കാണുകയാണ് കേട്ടോ. അതേ സമയം തന്നെയാണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. അപ്പം ആര്യൻ വരുമ്പോൾ ആലോക് മറിഞ്ഞു നിന്ന് ഇതൊക്കെ നോക്കുന്ന കാണുന്നുണ്ട്. അല്ല, ഇവനെന്തായാലും ഇവിടെ നല്ല ഉദ്ദേശത്തോടെ വന്നതല്ല, ഞങ്ങളിവിടെ പൂജ ചെയ്യിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാ എന്നൊക്കെ ഇങ്ങനെ ആര്യൻ മനസ്സിൽ പറയണം കേട്ടോ. പെട്ടെന്നാണ് ആലോക് തിരിഞ്ഞു നോക്കുമ്പം തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ആര്യൻ നിൽക്കുന്നത് ആലോക് കാണുക. ഇവൻ ഇവിടെ വന്നു, ഇവൻ വരില്ലെന്നാണല്ലോ ഞാൻ കരുതിയത് എന്ന് ആലോക് മനസ്സിൽ പറയാം. അതിനുശേഷം പെട്ടെന്ന് ആര്യൻ്റെ കൺവെട്ടതെന്ന് ആലോകങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര്യന് പിന്നെ സംശയം, എന്തായാലും ഇവ വന്ന സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ അപകടം നടക്കും, എന്തായാലും അകത്തേക്ക് കയറി പോയേക്കാം എന്ന് പറഞ്ഞ് ആര്യൻ അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ ദേവിക്ക് ധാര ചെയ്യാനുള്ള വെള്ളവുമായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പോയിരിക്കുക. അപ്പം ധാരയ്ക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത ശേഷം ബാലൻ ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. എൻ്റെ ദേവി, എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണേ, എനിക്ക് എന്തൊക്കെ അപകടം വന്നാലും ഒരു കുഴപ്പമില്ല, എൻ്റെ കുടുംബത്തിലുള്ള ആർക്കും ഒരാപത്തും വരാതെ നീ കാത്തുകൊള്ളണേ, ഞങ്ങൾ ഇനി ചെയ്യുന്ന പൂജ പൂർണ്ണ തൃപ്തിയോടുകൂടി തന്നെ നീ സ്വീകരിക്കണേ എന്നൊക്കെ ബാലൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ബാലനും പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങാം. ഇതേ സമയമാണ് നമ്മുടെ ഗോമതി രണ്ടാമത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ തുടങ്ങുമ്പം ആണി കാലിൽ തറയ്ക്കുന്നത്. വേദന സഹിക്ക വയ്യാതെ ഗോമതി ഇരുന്ന് പോകാനായിട്ട് തുടങ്ങുക. അത് കണ്ടോണ്ടാ ആര്യൻ കയറി വരുന്നേ. ആര്യൻ ഓടിച്ചെന്ന് അമ്മയെന്ന് പറഞ്ഞ് ഗോമതിയെ പിടിക്കുക. പെട്ടെന്ന് എല്ലാവരും പേടിച്ചിട്ട് എഴുന്നേക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അയ്യോ അമ്മ, ഇതേ കാലിൽ നിന്ന് ചോര വരുന്നു എന്ന് പറഞ്ഞ് ഏക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്വാമി പോയിട്ട് പറയും, എന്ത് തടസ്സങ്ങളുണ്ടായാലും എഴുന്നേക്കാൻ പാടില്ല, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം എന്ന് പറയേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആനന്ദം പറയും, അയ്യോ അമ്മയുടെ കാലിൽ നിന്ന് ചോര വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആര്യൻ പെട്ടെന്ന് കാല് ഉയർത്തി നോക്കൂട്ടോ. എടാ, ആണി കൊണ്ടു കാലയിൽ എന്ന് ഗോമതി അപ്പം പറയേ. പെട്ടെന്ന് ആര്യനാണെങ്കിൽ കാലിൽ തറച്ചിരിക്കുന്ന ആ ആണി ഊരിയെടുക്കും. എന്നിട്ട് കയ്യിലിരുന്ന ടവല് വെച്ച് ഗോമതിയുടെ കാല് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്നിട്ടും രക്തം നിൽക്കുന്നില്ല കേട്ടോ. അപ്പം പറയും, അമ്മ നമുക്ക് ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, നല്ല ആഴത്തിലുള്ള മുറിവ, നമുക്ക് ഇപ്പം തന്നെ ആശുപത്രിയിൽ പോകാം എന്ന് ആര്യൻ പറയും. ഇല്ല, എനിക്ക് ഈ പൂജ പൂർത്തീകരിക്കണം എന്ന് ഗോമതി പറയും കേട്ടോ. അമ്മ ഇങ്ങനെ വാശി കാണിക്കല്ലേ എന്ന് പെട്ടെന്ന് മീനും പറയും കേട്ടോ. അമ്മ നല്ല മുറിവ, നമുക്ക് എന്തായാലും ആശുപത്രി പോകാം, അതിനുശേഷം ഈ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇല്ല, സ്വാമി പോയിട്ട് പറഞ്ഞത് ഓർമ്മയില്ലേ, പൂജ നടക്കുമ്പം പല തടസ്സങ്ങളും ഉണ്ടാവും, പക്ഷെ ആരും എഴുന്നേക്കാൻ പാടില്ല, അതുപോലെ 3 പ്രദക്ഷിണവും പൂർത്തിയാക്കണം, എനിക്ക് എന്തായാലും എന്തൊക്കെ വന്നാലും ഈ 3 പ്രദക്ഷിണവും പൂർത്തിയാക്കണം എന്ന് പറയേ. അപ്പം പുറത്ത് സംസാരം കേട്ടോണ്ട് ഓടി വരിക ബാലൻ. അയ്യോ ഗോമതി, നിന്റെ കാലിന് ഇത് എന്നാ പറ്റിയേ, അയ്യോ കാലിൽ നിന്ന് ചോര വരുന്നല്ലോ എന്ന് പറഞ്ഞ് ബാലന് സങ്കടത്തോടെ അടുത്തേക്ക് വരിക. എനിക്കൊന്നുമില്ല ബാലേട്ട, കാലിലൊരു ചെറിയ ആണി തറച്ചതാ, ഇവനുണ്ടല്ലോ, ഞാൻ ഇവൻ്റെ കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രദക്ഷിണം ഒന്ന് പൂർത്തീകരിക്കട്ടെ, ഇനി ഒരു പ്രദക്ഷിണം കൂടിയല്ലേ ഉള്ളൂ ആദിപരാശക്തിക്കുള്ള, അതും കൂടി ഞാൻ ചെയ്ത ശേഷം നമുക്ക് എന്തും ചെയ്യാം. ബാലേട്ടനാ എൻ്റെ സ്ഥാനത്തെങ്കിലും ഇങ്ങനെയല്ലേ ചെയ്യൂ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എനിക്കിതെങ്കിലും ചെയ്യണം. നമ്മൾ ഈ പൂജ പാതിക്ക് വെട്ടിട്ടിട്ട് പോയാൽ ഇത്രയും നേരം ചെയ്തതിനൊന്നും ഒരു ഫലമില്ലാതെ വരും, എനിക്കത് പറ്റില്ല ബാലേട്ട, ദയവ് ചെയ്ത് എന്നെ ഈ പൂജ പൂർത്തീകരിക്കാൻ സമ്മതിക്കണം എന്ന് എല്ലാവരോടും ഗോമതി പറയണം കേട്ടോ. അപ്പോൾ ഗോമതി വാശി പിടിച്ച് പറയുമ്പോഴത്തേക്കും എല്ലാവരും സമ്മതിക്കാം. എന്നിട്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് സ്വാമി പോയിട്ട് പറയും, 3ാമത്തെ പ്രദക്ഷിണം ഇനി ചെയ്തോളൂ എന്ന് പറയണേ. അപ്പോൾ ഗോമതി ഒരു വിധത്തിൽ ആര്യനെ കയ്യിൽ താങ്ങി പിടിച്ച് ആദിപരാശക്തി കൈവിടല്ലേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് 3ാമത്തെ പ്രദക്ഷിണം വെക്കുവാണേ. അപ്പം വേദന സഹിച്ചുള്ള ഗോമതിയുടെ നടപ്പൊക്കെ കാണുമ്പം എല്ലാവർക്കും ഒരുപാട് സങ്കടം വരിക. ഒരു വിധത്തിൽ ഗോമതി പ്രദക്ഷിണം പൂർത്തീകരിച്ച് സ്ഥാനത്ത് വന്ന് നിൽക്കുക. അപ്പോഴേ എല്ലാവരും ഒന്ന് ദീർഘനിശ്വാസം വിടുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ധർമ്മം പറയും, ചേച്ചി ഒരു വിധത്തിൽ ചേച്ചി പ്രദക്ഷിണമൊക്കെ പൂർത്തീകരിച്ചല്ലോ, ഇനിയെങ്കിലും പറയുന്ന കേൾക്ക്, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് മാറാം, എന്നിട്ട് ചേച്ചിക്ക് മരുന്ന് എന്തെങ്കിലും വെക്കുമോ, ഹോസ്പിറ്റലിൽ പോവോ, എന്തെങ്കിലും ചെയ്യാം, നല്ല ആഴത്തിലെ മുറിവ്, അതെ ചേച്ചി നടക്കുന്നിടത്തെല്ലാം ചോരയുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. പെട്ടെന്ന് സ്വാമി പോറ്റി കണ്ണ് തുറക്കുകയാണ്. പൂജ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. എന്നിട്ട് പറയും, നിങ്ങളുടെ ഈ അഗ്നിപൂജ സമ്പൂർണ്ണമായിട്ടുണ്ട്, ദേവി ഗോമതിയെ ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചു, പക്ഷേ ആ പരീക്ഷണത്തിൽ തളർന്നു പോകാതെ ഗോമതി ഈ പൂജ പൂർത്തീകരിച്ചു, ദേവി നിങ്ങളിൽ സംതൃപ്ത തന്നെയാ എന്ന് അദ്ദേഹം പറയാം. അത് കേൾക്കുമ്പോൾ മാത്രമാണ് ഗോമതിക്കൊന്ന് സമാധാനമാവുന്നത് കേട്ടോ. അതിനുശേഷം എല്ലാവരും കൂടി അവിടെ ക്ഷേത്രത്തിൽ തന്നെയുള്ളൊരു സ്ഥലത്ത് സമാധാനത്തോടെ ഇരിക്കുകയാണ്.
മീനുവാണെങ്കിൽ പെട്ടെന്ന് ഗോമതിയുടെ കാലൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പഞ്ഞിയും മരുന്നും ഒക്കെ മീനുവിൻ്റെ കയ്യിൽ എവിടെ കിട്ടിയെന്നുള്ള സംശയം ഗോമതിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഗോമതി ചോദിക്കും, അല്ല ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ചു മീനു എന്ന് ചോദിക്കും. അതൊക്കെ ആനന്ദേട്ടൻ പുറത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാമേ. എന്തായാലും നല്ല മുഴുവാ, നമുക്ക് പോകുന്ന വഴിക്കൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് ഗോമതിയോട് മീനു പറയാണ്. അപ്പം ധർമ്മനും പറയും, അതേ ചേച്ചി, ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം, പൂജയൊക്കെ പൂർത്തീകരിച്ചല്ലോ, ചേച്ചിയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എന്ന് പറയാം. പൂജ പൂർത്തീകരിച്ചു, അതാ എനിക്കൊരു സമാധാനം. അല്ല, ബാലേട്ടനെ കാണുന്നില്ലല്ലോ, ബാലേട്ടൻ എവിടെ എന്ന് ചോദിക്കേ. അപ്പോൾ ധർമ്മം പറയും, അതാ സ്വാമിപ്പോറ്റി പൂജിച്ച കരിക്ക് ചേച്ചിയുടെ വ്രതം പൂർത്തീകരിക്കാൻ അളിയൻ്റെ കൈ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു, അത് മേടിക്കാൻ വേണ്ടി പോയിരിക്കുക, ഇപ്പം വരും എന്ന് പറയാൻ. എന്തായാലും ഇത്രയും തടസ്സങ്ങളൊക്കെ വന്നപ്പം പൂജ പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ കരുതിയ അമ്മ വേദനയെ സഹിച്ച് ഇതൊക്കെ ചെയ്തല്ലോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് ആനന്ദ് പറയൂട്ടോ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷം മാറാൻ എന്ത് ത്യാഗവും ഞാൻ ചെയ്യും, എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയേ ചെയ്യൂ എന്ന് പറയേ. അപ്പം തന്നെയാണ് ബാലൻ കരിക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത്. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഗോമതി എന്ന് ബാലനോട് ചോദിക്കുവേ. എനിക്ക് ഒരു കുഴപ്പമില്ല ബാലേട്ടാ, ബാലേട്ടന് ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും അടിക്കണ്ട, എനിക്ക് ക്ഷീണമൊക്കെ മാറി, ഇപ്പം കാലിന് വേദനയും ഇല്ല. അല്ല, നീ ഈ കരിക്കങ്ങ് കുടിച്ചേ എന്ന് പറയും. എനിക്ക് കരിക്കൊന്നും വേണ്ടെന്നേ, നിങ്ങളെല്ലാവരും വിശന്നിരിക്കുമല്ലേ എന്ന് ഗോമതി പറയും. ഇത് നിൻ്റെ വ്രതം പൂർത്തീകരിക്കാനുള്ള കരിക്ക, ഇത് കഴിക്കുന്നതോടുകൂടി നിൻ്റെ വ്രതം തീരും എന്ന് പറയൂട്ടോ. എന്നിട്ട് ഇത് ഗോമതി കരിക്ക് മേടിച്ച് കുടിക്കുവേ. ഇനി നമുക്ക് എന്തായാലും പോകാം എന്ന് പെട്ടെന്ന് ധർമ്മം പറയൂട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പറയും, ഇല്ലില്ല, നമുക്ക് ആ സ്വാമിപ്പോറ്റിനെ ഒന്ന് കാണണം, പൂജയൊക്കെ പൂർത്തീകരിച്ചല്ലോ, ദേവി നമ്മൾ ശരിക്കും പ്രസാദ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കണ്ടേ, അതിന് സ്വാമിപ്പോറ്റിയെ കാണുക തന്നെ വേണം, അതൊന്നും നീ തിരക്കണ്ട ഗോമതി, ഞാനതൊക്കെ പോയി കാര്യമായിട്ട് തന്നെ സ്വാമിപ്പോറ്റിയെ കണ്ട് സംസാരിച്ചോളാം, നീ ഇവിടെ റെസ്റ്റ് എടുക്കുക എന്ന് ബാലൻ പറയും. ഇല്ല ബാലേട്ടാ, എനിക്ക് എൻ്റെ ചെവി കൊണ്ട് കേട്ടാലേ സമാധാനപ്പെടാൻ പറ്റുള്ളൂ, ഞാനും ബാലേട്ടൻ്റെ കൂടെ വരിക, എന്തായാലും സ്വാമിപ്പോറ്റിയെ കാണുക തന്നെ വേണം, അദ്ദേഹം പൂജാവിധികളൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫലം കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണല്ലോ എന്ന് ഗോമതി പറയാണ്. ഞാനും കൂടി വരാം എന്നും പറഞ്ഞ് വാശി പിടിക്കാം. അതേസമയം ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ബാലേട്ടായി ആലോചിക്കുന്നത് എന്ന് ഗോമതി പെട്ടെന്ന് ചോദിക്കുക. അതൊന്നുമില്ല, നമുക്ക് സ്വാമിപ്പോറ്റിയെ കാണാമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് ബാലൻ പെട്ടെന്ന് ഗോമതിയോട് പറയൂട്ടോ. അതേ സമയം തന്നെയാണ് അവരുടെ അടുത്തേക്ക് സ്വാമിപ്പോറ്റി വരുന്നത്. ചേച്ചി അന്വേഷിച്ച ആളെ ഇങ്ങോട്ടേ വരുന്നു. സ്വാമിപ്പോറ്റി അദ്ദേഹത്തോട് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചേച്ചി ഇപ്പം തന്നെ ചോദിക്കുക എന്ന് ധർമ്മം പറയൂട്ടോ. അപ്പോൾ പെട്ടെന്ന് സ്വാമിപ്പോറ്റിയോട് ഗോമതി ചോദിക്കും, അതെ സ്വാമിപ്പോറ്റി, നമ്മൾ ചെയ്ത പൂജ ശരിക്കും ഫലം കണ്ടോ, അതല്ല പൂജയ്ക്കിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് രക്തമൊക്കെ കണ്ടില്ലേ, എന്തെങ്കിലും ദോഷം അതുകൊണ്ടുണ്ടോ? ഗോമതി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ദേവി നിങ്ങളുടെ ഈ പൂജയിൽ പൂർണ്ണ സംതൃപ്തിയാണ്, അതുകൊണ്ട് ഗോമതിക്കും കുടുംബത്തിനും ഇനി നല്ലതേ സംഭവിക്കൂ എന്ന് പറയാണ്. അല്ല, രക്തം കാണുന്നത് കൊണ്ടൊക്കെ പെട്ടെന്ന് ധർമ്മം പറയും, രക്തം കണ്ട നല്ലതാണെന്നാ ചേച്ചി ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല അളിയ? അതെ, ബാലനും പറയും, ഞാനും അങ്ങനെ കേട്ടിട്ടുള്ളത്, രക്തം കാണുന്ന ശുഭമാണെന്നാണ് കേട്ടിട്ടുള്ളത് എന്ന് പറയാം. സ്വാമിപ്പോറ്റി ഇവർ പറഞ്ഞ പോലെ പൂജ നന്നായിട്ട് തന്നെ നടന്നല്ലോ അല്ലേ? അതെ, പൂജ അതിൻ്റെ ചിട്ടവട്ടത്തോടു കൂടി തന്നെ നമ്മൾ ആരംഭിച്ചതും അത് പൂർത്തീകരിച്ചതും, അതിൻ്റെ ഇടയിൽ ചെറിയൊരു തടസ്സം അതൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവിക, ഗോമതി ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയേ. പെട്ടെന്ന് സ്വാമിപ്പുരിയുടെ മുഖം മാറുന്നത് എല്ലാവരുടെ ശ്രദ്ധയിൽപ്പെടും. എന്നിട്ട് സ്വാമിപ്പറ്റി പറയും, പോകുന്നതിന് മുന്നേ ബാലൻ മാത്രം എന്നെ വന്നൊന്ന് കാണണം കേട്ടോ എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ടെൻഷനോട് കൂടി അദ്ദേഹത്തെ മുഖത്തോട്ട് നോക്കുകയാണ്. ഗോമതി ടെൻഷനൊന്നും ആവാൻ ഞാൻ പറഞ്ഞതല്ല, പൂജയ്ക്ക് സഹായിച്ച ആൾക്കാർക്ക് ചെറിയൊരു ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്, അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ ബാലനോട് പറഞ്ഞത്, ബാലനൊന്ന് വന്നിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറയും. ഞാൻ വന്നോളാം സ്വാമിപ്പറ്റി എന്ന് ബാലൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവിടെ അങ്ങോട്ട് പോവുകയാണ്. ബാലേട്ട, നമ്മുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം ഉണ്ടായി അല്ലേ ബാലേട്ട, എല്ലാ ദോഷങ്ങളും തീർന്നല്ലോ എന്ന് ഗോമതി പറയാണ്. പെട്ടെന്ന് അവരെല്ലാവരും അങ്ങോട്ട് വിളിക്കുക. എന്താ ഒരു കാര്യമുണ്ട്, ഇങ്ങ് വന്നേ, എന്താടാ കാര്യം എന്ന് പെട്ടെന്ന് ബാലൻ ചോദിക്കുക. അച്ഛാ, ഞങ്ങൾ ഇപ്പം വരാം, നിങ്ങൾ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ആര്യനാണ് ചേട്ടന്മാരെയും മാമനെയും കൂട്ടിക്കൊണ്ട് പുറത്തോട്ടങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബാലൻ, ഇവന്മാരെന്താ പുറത്തേക്ക് പോയത്? അപ്പം മീനുവിനും സംശയമാവും കേട്ടോ, എന്തേലും കാര്യമുണ്ടോ? അവരെന്തെങ്കിലും സംസാരിക്കാൻ പോയതായിരിക്കും എന്ന് ബാലൻ പറയും. എന്താ കാര്യം എന്ന് ആനന്ദ് ചോദിക്കും. അതെ, അമ്മയുടെ കാലിൽ ആണി കയറിയത് യാദൃശ്ചികമായിട്ടല്ല, പിന്നെ എന്താ സംഭവിച്ചത്? അതോ, അമ്മ നടന്നു വരുന്ന വഴിയിൽ ആരോ ആണി ഒട്ടിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ആകാശ് ചോദിക്കും, നീ എന്തുവാടാ ഈ പറയുന്നത്, ആരെങ്കിലും ആണി ഒട്ടിച്ചു വെക്കുമോ, നീ എന്തൊക്കെ തോന്നിവാസോ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് ആര്യൻ ആണി പോക്കറ്റിലിട്ടത് എടുത്ത് കാണിക്കുവാണ് കേട്ടോ. അതിൽ പറ്റിയിരുന്ന പശയും എല്ലാവരും കാണിക്കുക. അയ്യോ, ഇത് ശരിയാണല്ലോ എന്ന് ചോദിച്ചോ എന്ന് അപ്പോഴത്തേക്കും പെട്ടെന്ന് ആനന്ദ് പറയാം, ആണിയിൽ പശ പറ്റിയിട്ടുണ്ടല്ലോ.
ഇത് കണ്ടോ ഗ്ലൂവിൻ്റെ പാട്, ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും സത്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം വന്നോ എന്ന് പെട്ടെന്ന് ആരും ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ധർമ്മം പറയും, ശരിയാണല്ലോ, അതല്ല ഇത് ആരാ ചെയ്തത്, ഇത് മനഃപൂർവ്വം ആരോ പണി തന്നത് തന്നെയാ എന്ന് ആനന്ദ് പറയും. മനഃപൂർവ്വം പണി തരാൻ ആര്, അതും ഇത്രയും ദൂരമുള്ള ഈ അമ്പലത്തിൽ? അവനെ ഇവിടെ കണ്ടതിൻ്റെ കാരണം എനിക്കിപ്പം മനസ്സിലായി. ആരെ കണ്ടതിൻ്റെ കാര്യമാണ് നീ ഈ പറയുന്നത് എന്ന് ധർമ്മൻ ചോദിക്കും. നീ ആരെയാ കണ്ടത്, എന്തെങ്കിലും ഉണ്ട് തെളിച്ച് പറ. അവൻ തന്നെ, ആ ആലോക്. ആലോകോ, അവനിവിടെ ഉണ്ടായിരുന്നോ എന്ന് ധർമ്മൻ പെട്ടെന്ന് ചോദിക്കും. അതേന്നേ, ഞാനിങ്ങോട്ട് വരുമ്പം അവൻ അമ്മ പൂജ ചെയ്യുന്നത് ഒളിഞ്ഞു നിന്ന് കാണുമായിരുന്നു. അവൻ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ മാമ. ഇവിടെയോ, നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ആനന്ദ് ചോദിക്കും കേട്ടോ. അവനെന്തിനാ ഇവിടെ വരുന്നേ എന്ന് ആകാശം ചോദിക്കും. ആലോക് എന്തിനാ അഗ്നിപൂജ നടക്കുന്ന ഈ ദിവസം തന്നെ ഇവിടെ വന്നത്? എടാ, ആലോകിനെ പിടിച്ചൊന്ന് കുടഞ്ഞാലോ എന്ന് അപ്പം മാമൻ ചോദിക്കും. വെറുതെ അവനെ പിടിച്ചു കുടഞ്ഞാൽ അവൻ സത്യം പറയുമോ എന്ന് ആനന്ദ് ചോദിക്കും. നമ്മൾ ചോദിച്ച ഉടനെ അവൻ സത്യമൊന്നും അവൻ പറയാൻ പോകുന്നില്ല എന്ന് ആരും പറയും. തെളിവോടുകൂടി അവനെ പിടിക്കണം. എടാ, എന്താ നിന്റെ മനസ്സിൽ എന്ന് മാമൻ ചോദിക്കും കേട്ടോ. മാമ, എന്നെ കണ്ട ഉടനെ ആലോക് ഇവിടുന്ന് എസ്കേപ്പായി, അതിനർത്ഥം എന്താ? അപ്പം തന്നെ എനിക്ക് അവനെ ഡൗട്ട് അടിച്ചതാ. പിന്നെ പൂജയ്ക്ക് തടസ്സം വരണ്ടെന്ന് കരുതി ഞാൻ അകത്തേക്ക് കയറി വന്നതാ. അത് കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡ് അമ്മയുടെ കാലിൽ ആണി കുത്തി കയറിയത്. ഇതിനൊക്കെ അർത്ഥം എന്താ? ഉറപ്പാ അവൻ തന്നെ ഇതിൻ്റെ പിന്നിൽ. ഇവനെ സഹായിക്കാൻ ആരോ ഇവിടെ ഉണ്ട് എന്ന് ആരും പറയാണ് കേട്ടോ. അവൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഒരു പ്ലാൻ നടപ്പാക്കണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ആരും അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പാ, നമ്മളത് കണ്ടുപിടിച്ചേ പറ്റൂ. എടാ, അവനെ സഹായിച്ചത് ആരാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്താനാടാ ആര്യ എന്ന് ആനന്ദ് ചോദിക്കും. അത് നമ്മൾ കണ്ടെത്തണം. ആലോകിനെ സഹായിച്ചത് ഈ ക്ഷേത്രത്തിലെ സ്റ്റാഫുകളിൽ ഒരാളാണെങ്കിൽ അയാൾ ഇപ്പോൾ പേടിച്ചിരിക്കുകയായിരിക്കും. കാരണം അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല, അവരത് പ്രതീക്ഷിച്ച് കാണില്ല. നമ്മുടെ ഈ മീറ്റിംഗ് ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അയാൾ ഉറപ്പായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. അപ്പം പെട്ടെന്ന് ആകാശം ഒന്നും അറിയാത്തപോലെ ചുറ്റും ഒന്ന് നോക്കൂ കേട്ടോ. ചുറ്റും ഒന്ന് നോക്ക്. സംശയിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും മറിഞ്ഞു നിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഇത് നമ്മൾ തേടുന്ന അയാൾ തന്നെയാകും എന്ന് ആരും ഉറപ്പിച്ച് പറയണേ. അയാൾ ആലോകിനെ സഹായിച്ചത്, നമ്മുടെ അമ്മയെ ഉപദ്രവിക്കാൻ ആലോകിൻ്റെ കൂടെ ചേർന്നതും അയാൾ തന്നെയാന്ന് പറയും കേട്ടോ. പെട്ടെന്ന് മാമൻ അങ്ങോട്ട് നീങ്ങി നിന്നു. എന്നിട്ട് അവിടെ ചുറ്റും ഒന്ന് നോക്കൂ കേട്ടോ. അതുപോലെ ആകാശും ആനന്ദും ഒക്കെ നോക്കും. പെട്ടെന്ന് ഹരീന്ദ്രൻ അവിടെ നിന്ന് ഇവർ സംസാരിക്കുന്നതൊക്കെ എത്തി വലിഞ്ഞ് നോക്കുന്നത് ധർമ്മൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മന് സംശയദൃഷ്ടിയോട് കൂടി തന്നെ അയാളെ നോക്കുക. ധർമ്മൻ അയാളെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അയാൾ പേടിച്ച് പെട്ടെന്ന് മുഖം തിരിക്കുവാണേ. ഇയാളാണോ ഇനിയിപ്പം സഹായത്തിനിരുന്നത്? പെട്ടെന്ന് ധർമ്മൻ്റെ മനസ്സിലേക്ക് പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പം അയാൾ വന്നതൊക്കെ മനസ്സിൽ വരിക. എടാ, ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ആനന്ദിനെയൊക്കെ ധർമ്മം പെട്ടെന്ന് വിളിക്കുക. ദേ, ആ നിൽക്കുന്ന ആളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ എന്ന് പറയാം. നമ്മളിവിടെ നിൽക്കുമ്പോൾ തൊട്ട് അയാളും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ആകാശ് ചോദിക്കും, എന്താ മാമന് സംശയമുണ്ടോ? അപ്പോൾ ഇവന് ആലോകനെ സഹായിച്ചതല്ലേ, ഇവൻ എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന് ആകാശവും ആനന്ദും പറയാം. അയാളെ പിടിച്ചൊന്ന് കുടഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിൽ വെളിവാകും എന്ന് അവർ മനസ്സിൽ പറയാണ് കേട്ടോ. അപ്പം ആര്യനും പറയും അതെ. അതേസമയം പേടിച്ച് ഹരീന്ദ്രൻ പുറത്തോട്ട് ഓടുവാണ്. ഹരീന്ദ്രൻ്റെ പുറകെ തന്നെ ആകാശം ചെല്ലും. ആഹാ, ചേട്ടൻ എങ്ങോട്ടായി തിടക്കപ്പെട്ട് ഓടുന്നേ എന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കും അയാൾ വീണ്ടും ഓടുമ്പം അയാളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ ആനന്ദ് വന്ന് വീഴുക. ആഹാ, ചേട്ടൻ രക്ഷപ്പെട്ടങ്ങ് പോകാമെന്ന് കരുതിയല്ലേ? എൻ്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ എന്ന് ഇപ്പം തന്നെ അയാൾ കരയുക. നീയേ എവിടം വരെ ഓടും എന്ന് ആര്യനിപ്പോൾ അടുത്തേക്ക് വന്ന് ചോദിക്കും. എന്തോ ഓടുന്നില്ലേ ആനന്ദേട്ടാ, ഇവനെ കൊണ്ടേ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പെട്ടെന്ന് ആകാശ് പറയും. അയ്യോ, പത്തൊന്നും പറയരുത്, ഇപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുപോകും. അപ്പം ആര്യം പറയും, ഇവനെ എൻ്റെ അമ്മയുടെ കാലിൽ ആണി തറപ്പിച്ചവനാ, ഇവനെ പോലീസിൽ കൊണ്ടുവക്കുന്നതിന് മുന്നേ ഇവന് 2 എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ആര്യൻ ഹരീന്ദ്രനിട്ട് 2 കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ, ഗതികേട് കൊണ്ട് ചെയ്തു പോയതാ, ഞാൻ നിരപരാധിയാ, ആലോക് പറഞ്ഞിട്ട് ഞാനിതൊക്കെ ചെയ്തത്. അപ്പം എൻ്റെ സംശയം ശരിയായിരുന്നു. ദേ, സത്യം എന്താണെന്ന് മണി പോലെ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇടി കൊണ്ട് താൻ നല്ല പരുവമാകും. തന്നെ പിടിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിക്കും. ആലോക് എന്നെ ചതിക്കുമായിരുന്നു. അത് ആദ്യം ആ പൂജ തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആദ്യം അവൻ പറഞ്ഞത്. പക്ഷെ പൂജ തുടങ്ങിയപ്പം അവൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറി. ഹോമകുണ്ടത്തിന് നടപ്പാതിൽ ആണി ഇടണമെന്ന് പറഞ്ഞു. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. എൻ്റെ കഷ്ടകാലത്തിന് അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ മേടിച്ചു പോയി. ആ കാര്യം സ്വാമി പോറ്റുമെന്ന് പറയുമെന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത്. ഞാൻ പെട്ടുപോയതാ സാറേ. എന്നിട്ടും നടപ്പാതിൽ ആണി ഇടാൻ ഞാൻ സമ്മതിച്ചില്ല. ഒടുപ്പിൽ അവൻ്റെ ഭീഷണിക്ക് വഴങ്ങി
ഭംഗിയില്ല മോൻ്റെ അമ്മ നടക്കുന്ന പാതയിൽ ഞാൻ ആണിയിട്ടത്. ദയവേത് എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. സത്യമായിട്ടും ഇത് എൻ്റെ ഗതികേട് കൊണ്ടാ. ആ ആലോകിനെ പേടിച്ചാ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. ഓ നിനക്കൊന്നും അറിയില്ലല്ലേടാ. ഇല്ല സാറേ, ഞാൻ നിരവധിയ സാറേ. ഓ എത്ര വലിയ തെറ്റ് ചെയ്തിട്ട് താൻ എങ്ങനെയാടോ ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നത്? എൻ്റെ അമ്മയ്ക്ക് വല്ലതും പറ്റിപ്പോയിരുന്നെങ്കിൽ അത്രയും വലിയ നഷ്ടം ഞങ്ങൾക്കല്ലേടോ ഉണ്ടാകുന്നത്. ഇവനിട്ട് 2 കൊടുക്കണം എന്ന് പറഞ്ഞ് ആനന്ദ് വീണ്ടും കൊടുക്കുക. അപ്പം ആകാശ് പറയും, വേണ്ട ചേട്ടാ, ഇവനെ കിടന്നടിച്ചിട്ട് എന്താ കാര്യം? ഇയാൾ വെറും ബഫൂണാ. നമുക്ക് പണി തന്ന ആ ആലോകുണ്ടല്ലോ, അവനിട്ട് നമുക്ക് 2 കൊടുക്കണ്ടേ? അവരെ നമുക്ക് ആദ്യം പൊക്കണം. ദേവമംഗലത്തുകാരുടെ കൈക്കരത്തിൻ്റെ ബലം എന്താണെന്ന് അവനെ ആദ്യം അറിയിച്ചു കൊടുക്കണം. ആലോക് നിന്നെ കണ്ടു എന്നുള്ള കാര്യം ഉറപ്പാണോ? അവൻ എന്നെ കണ്ടേട്ടാ. എന്നെ കണ്ടപ്പോഴേ അവൻ ഇവിടുന്ന് എസ്കേപ്പ് ആയത്. എന്നെ കണ്ട് പേടിച്ചോടുമായിരുന്നു. അപ്പോൾ അവൻ കൃഷ്ണമംഗലത്തുണ്ടാവില്ല. നമ്മൾ നേരെ ചെന്ന് പണി കൊടുക്കുന്ന അവന് നന്നായിട്ട് അറിയാം. അവൻ എങ്ങോട്ടോ മാറിയിട്ടുണ്ട്. എവിടെ പോയി ഒളിച്ചാലും നമ്മൾ അവനെ പൊക്കിയിരിക്കും. നമ്മുടെ അമ്മേനെ കൊല്ലാൻ നോക്കിയത് അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവൻ എവിടെയാണെന്ന് അറിയാൻ ഒരു മാർഗമുണ്ട് എന്ന് ആകാശ് പറയുവേ. അതൊക്കെ ഉണ്ട്. ഈ മാനേജർ ഹരീന്ദ്രൻ ഇയാൾ തന്നെ എവിടെയാണെന്ന് പറയും. അത് ശരിയാണല്ലോ. ഇയാളെ കൊണ്ട് നമുക്ക് അവനെ വിളിപ്പിക്കാം എന്ന് പറയാം. ഇല്ല, ഞാൻ വിളിക്കില്ല എന്ന് ഹരീന്ദ്രൻ പറയൂട്ടോ. വിളിക്കില്ലല്ലേടോ എന്ന് പറഞ്ഞ് പത്തിനും 2 അടിയും കൂടെ വെച്ച് കൊടുക്കും. നീ ആരിൻ്റെ ഇടിയെന്ന് പറഞ്ഞാലേ 1.5 കിൻഡല. ഒരെണ്ണം കിട്ടിയാലേ താൻ 20 പോകുന്ന ആകാശ് പറയും. താൻ വിളിക്കുന്നില്ലേടോ എന്ന് ആനന്ദ് ചോദിക്കും. അപ്പം ആരും വീണ്ടും അടിക്കാനായിട്ട് ചെല്ലും. മാറടാ, ഇവൻ വിളിക്കും. എടോ താൻ എന്തിനാടോ ഇങ്ങനെ തല്ല് എരന്ന് വാങ്ങുന്നത്? മര്യാദയ്ക്ക് വിളിച്ചോ എന്ന് ആനന്ദ് പറയൂ കേട്ടോ. ഞാൻ വിളിച്ചിട്ട് എന്താ പറയേണ്ടത് സാർ? തനിക്ക് അവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം അവൻ ചോദിക്കും എവിടെ വെച്ച് കാണണമെന്ന്. അത് ഞങ്ങൾ സ്ഥലം പറഞ്ഞു തരാം. ഞങ്ങൾ പറയണ സ്ഥലമേ താൻ പറയാവുള്ളൂ. അങ്ങോട്ട് വരാൻ അവനോട് പറ എന്ന് ഹരീന്ദ്രനോട് ആകാശവും ആനന്ദും കൂടി പറയൂട്ടോ. ഞങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? അപ്പം ആര്യം പറയും, എന്നാൽ വിളിക്കടോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് താൻ ഇനിയും മേടിക്കും എന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ അയാൾ പേടിച്ചു പോവാം. ആലോകിനെ വിളിക്കാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോമതിക്ക് വെച്ചിട്ട് പ്ലാനൊക്കെ പൊട്ടി പാളിസാവുകയും ചെയ്യും. അതുമാത്രമല്ല ആലോകിനിട്ട് എടുപ്പത് കിട്ടാനും പോവാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.